ശക്തമായ ഒരു പോരാട്ടമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ലോകം കണ്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന മുഖമായ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിക്കുന്നു. വയനാട്ടിലും റായ്ബറേലിയിലും 3.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയായ റായ്ബറേലി സ്വീകരിക്കുന്നു, വയനാടിനെ ഒഴിവാക്കുന്നു. അവിടേക്ക് തന്നോളം വലിപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ തന്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിന് വേണ്ടി വയനാട്ടിലേക്ക് അയക്കുന്നു. അതെ, വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. വയനാട്ടിൽ മാത്രമല്ല, വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കുക എന്ന കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരുന്നു. കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് അയക്കുന്നു. കോൺഗ്രസിന്റെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അത് വലിയ വിനയായി മാറിയത് ഇടതുപക്ഷത്തിനാണ്. കെ ശൈലജ എന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തയായ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു. അതും 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയാണ് ഷാഫി പറമ്പിൽ. എന്നാൽ കൊലകൊമ്പൻ എന്ന കോൺഗ്രസിൽ പറയപ്പെടുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസ് ഒരു പ്രധാന സ്ഥാനാർത്ഥിയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന കെ മുരളീധരനെ വലിയ തേരോട്ടത്തിന് വേണ്ടി തൃശ്ശൂരിലേക്ക് അയച്ചപ്പോൾ അവിടെ സുരേഷ് ഗോപി കെ മുരളീധരനെ മലർത്തിയടിച്ചു. എന്നിരുന്നാലും പാലക്കാട് നിന്ന് വടകരയിൽ വന്ന കോൺഗ്രസ് വീണ്ടും ചരിത്ര വിജയം കുറിക്കുന്നു, അതും കെ ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ പാലക്കാട് നിയമസഭയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നു. അടുത്തത് കെ രാധാകൃഷ്ണന്റെ ചേലക്കരയാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ ആലത്തൂരിൽ 2019 കോൺഗ്രസ് തരംഗത്തിന്റെ ഭാഗമായി പാട്ടും പാടിയാണ് രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് അധികം നേടിയതും കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭയും എല്ലാം രമ്യ ഹരിദാസിന് വലിയ തിരിച്ചടിയായി മാറി. 2019 ഒരു തരംഗവും ഇല്ലാത്തത് കൊണ്ട് രമ്യ ഹരിദാസ് പരാജയപ്പെടുന്നു. അങ്ങനെ 2019 കനലൊരു തരി ആലത്തൂരിൽ ആളെ കത്തി. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണന്റെ സ്വന്തം മണ്ഡലമായ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളും കേവലം ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, 3 പ്രധാനപ്പെട്ട പോരാട്ടത്തിന്റെ വേദി കൂടിയാകുവാൻ പോവുകയാണ്. വയനാടിനെ സംബന്ധിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി 2019 നേടിയതിനേക്കാൾ ഭൂരിപക്ഷം പകുതിയായി കുറയുന്നു. ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യകതയാണ്. ചേലക്കരയിലും പാലക്കാടും അത് ആവർത്തിക്കേണ്ട ആവശ്യകതയും UDFിനുണ്ട്. 2019 മിന്നുന്ന വിജയം കൈവരിച്ച കോൺഗ്രസ് തരംഗത്തിന്റെ പുറത്താണ് വിജയിച്ചതെന്ന് വലിയൊരു വിഭാഗവും മാധ്യമങ്ങളും പറഞ്ഞതിനുള്ള തിരിച്ചടിയാണ് കോൺഗ്രസ് 2024 നൽകിയത്. അതായത് 18 സീറ്റുകളിലും UDF വിജയിച്ചു. അതേ തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും വിജയിക്കേണ്ടത് UDFിന്റെ ആവശ്യകതയാണ്. ചുരുങ്ങിയത് വയനാടും പാലക്കാടും അടങ്ങുന്ന സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിച്ചേ മതിയാകൂ. വയനാട് ലോക്സഭാ മണ്ഡലം. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഒരു പ്രധാന നേതാവ്, അദ്ദേഹത്തെ 2019 ദുഷ്കരമാർന്ന നിമിഷത്തിൽ അമേഠി കൈവിട്ടപ്പോഴും വയനാട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്നു. ആ സ്നേഹവും കരുതലുമെല്ലാം എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി വയനാടിനോട് കാട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്ന ചോദ്യത്തിന്റെ പുറത്ത് റായ്ബറേലി തിരഞ്ഞെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഒടുവിൽ ഹിന്ദി ഭൂമിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ വീണ്ടും ശക്തിപ്പെടുത്തണമെന്നും ഇന്ത്യ സഖ്യത്തെ ബലപ്പെടുത്തണമെന്നുമുള്ള ഉദ്ദേശ ലക്ഷ്യത്തിന്റെ പുറത്ത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് പോകുന്നു. വയനാട്ടിൽ പിന്നീട് ആര് മത്സരിക്കുമെന്ന ചോദ്യം ഉയരുന്നു. ഒടുവിൽ കോൺഗ്രസ് തീരുമാനമെടുക്കുകയാണ്. വയനാട് താൻ ഉപേക്ഷിച്ചാലും വയനാട്ടുകാരെ സങ്കടപ്പെടുത്തില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുന്നു. രാഹുൽ ഗാന്ധിയോളം പ്രധാനിയായ പ്രിയങ്ക ഗാന്ധി അവിടെ കളിക്കളത്തിൽ പോരാട്ടത്തിന് എത്തുന്നു. ഇനി എന്തായിരിക്കും വയനാടിന്റെ ജനവിധി? ആനി രാജ വീണ്ടും മത്സരിക്കുമോ? കെ സുരേന്ദ്രനോ? അതോ മത്സരിക്കുന്ന ഇടങ്ങളിലെല്ലാം BJPക്ക് വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനോ? ആരായിരിക്കും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരായി മത്സരിക്കുവാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ? എന്താണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പൊതുവെയുള്ള ഒരു മുഖം? ആർക്ക് അനുകൂലമായാണ്? 2024 ഉപതെരഞ്ഞെടുപ്പിൽ അത് ആർക്ക് അനുകൂലമായി മാറും? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയത് 6,47,445 വോട്ടുകളായിരുന്നു. 59.69%, 5.25% കുറവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുന്നു. ആനി രാജയാകട്ടെ 2,83,023 വോട്ടുകൾ, 26.09%, 0.85% വർധനവ് ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ടാകുന്നു. കെ സുരേന്ദ്രനെ സംബന്ധിച്ച് കെട്ടിവെച്ച കാശുപോലും ലഭിക്കാത്ത തരത്തിലേക്ക് ഒരു വമ്പൻ പരാജയമായിരുന്നു BJPയുടെ സംസ്ഥാന നേതാവ് എന്ന രീതിയിൽ മത്സരിച്ചിട്ട് പോലും നേടേണ്ടി വന്നത്.
1,41,045 വോട്ടുകൾ മാത്രമാണ് കെ സുരേന്ദ്രൻ നേടിയത്. 13.00% വോട്ടുകൾ മാത്രം. 8.47 ലക്ഷം വോട്ടർമാരുള്ള വയനാട്ടിൽ ഹിന്ദു ഭൂരിപക്ഷം 41%, മുസ്ലിം സമുദായത്തിന് 45%, ക്രൈസ്തവർ 13%. അതായത് വയനാട്ടിലുള്ള 3 നിയമസഭാ മണ്ഡലങ്ങൾ, മലപ്പുറത്തും അതേപോലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ, കോഴിക്കോട്ടെ 1 നിയമസഭാ മണ്ഡലം, ഇവയെല്ലാം ചേരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം. വയനാട്ടിലെ 56% ജനങ്ങളും കർഷകരാണ്. കൂടാതെ ന്യൂനപക്ഷത്തിന് അവിടെ ഒരു മേൽക്കൈയുമുണ്ട്. ഇതെല്ലാം തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസിന് ഗുണകരമായി നിന്നിട്ടുള്ളത്. ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറിയും UDFന് അനുകൂലമായി തന്നെയാണ് വിധി എഴുതിയത്. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്? കോൺഗ്രസിന്റെ പ്രധാന നേതാക്കന്മാർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് 3.5 ലക്ഷം ലഭിച്ചെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് കുറഞ്ഞത് 4 ലക്ഷം വോട്ടുകളെങ്കിലും നേടിക്കൊടുക്കുമെന്നാണ് UDF പറയുന്നത്. അത് വയനാട്ടിൽ നടക്കുമോ എന്ന ചോദ്യമാണ് ഇനി പ്രസക്തമായി നിൽക്കുന്നത്. വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഭൂരിപക്ഷം എന്ന ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രധാനിയായ മറ്റൊരു നേതാവ് കൂടി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തന രംഗത്തുണ്ടാകുമെന്ന് നിസ്സംശയം പറയാം. അതിന്റെ ഉദാഹരണമാണ് കെ മുരളീധരൻ. കെ മുരളീധരൻ സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു. അതായത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഗാന്ധി കുടുംബം എന്ന പരിഗണനയുടെ പുറത്ത് എല്ലാവരും എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. അത് UDFന് വീണ്ടും ഊർജ്ജം നൽകുന്നത് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി കളത്തിലിറങ്ങുന്നത് കൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അതാണ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് ചെറുപ്പക്കാരുടെ വോട്ടാണ്. ചെറുപ്പക്കാരുടെ വോട്ടിൽ ഒരു വലിയ വിഭാഗം പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി വിധിയെഴുതുവാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ലീഗാണ്. ലീഗിന്റെയും കോൺഗ്രസിന്റെയും അപ്രമാദിത്യം തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ലീഗിന് മേൽക്കൈ ഉള്ളത് കൊണ്ട് തന്നെയാണ് 3ാം സീറ്റ് എന്ന ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഉന്നയിച്ചതും. എന്നാൽ വയനാട് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട ലീഗ് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന കാര്യം KC വേണുഗോപാൽ ലീഗിന്റെ നേതാക്കന്മാരെ അറിയിച്ചപ്പോഴും ഇരുകൈ നീട്ടി അവർ സ്വീകരിക്കുകയും ചെയ്തു. അതിന് മറ്റൊരു കാരണം രാജ്യസഭയിൽ അവർക്ക് ഒരു സീറ്റ് നൽകി എന്നതുകൂടിയാണ്. എന്നിരുന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ലീഗിന് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ്. ഏറ്റവും പ്രധാനമായി ന്യൂനപക്ഷ വോട്ടുകൾ. 45%-ലേറെ ന്യൂനപക്ഷ വോട്ടുകളുള്ള വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷ വോട്ടുകളെ ഏകീകരിച്ച് വലിയ പിൻബലം നൽകുമെന്ന ആത്മവിശ്വാസമാണ് UDFനുള്ളത്. എന്നാൽ വയനാട്ടിലെ പോലെ ഒരു സ്ഥിതിവിശേഷമല്ല ചേലക്കര നിയമസഭാ മണ്ഡലത്തിലുള്ളത്. ചേലക്കരയിൽ 1996 വരെ അതൊരു കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു. ചേലക്കര നിയമസഭാ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം 1967 കോൺഗ്രസ് വിജയിക്കുന്നു, 70 കോൺഗ്രസ് വിജയിക്കുന്നു, 82 മാത്രമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ CK ചക്രവാണി അവിടെ വിജയിക്കുന്നത്. അത് കഴിഞ്ഞ് 96 വരെ, അതായത് 67 മുതൽ 96 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ 82 മാത്രമാണ് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നത്. അല്ലാത്ത എല്ലാ കാലത്തും അത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു. അങ്ങനെയാണ് ചെറുപുഞ്ചിരിയും നിറഞ്ഞ മനസ്സുമായി കെ രാധാകൃഷ്ണൻ എന്ന നിലവിലത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന, ഇപ്പോൾ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായി, ആലത്തൂരിലെ ഇടതുപക്ഷ MP ആയി വിജയിച്ചു പോയ കെ രാധാകൃഷ്ണൻ 96 സ്ഥാനാർത്ഥിയാകുന്നു. മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരുന്നു. 96 വിജയിച്ച കെ രാധാകൃഷ്ണനെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റി പരീക്ഷിക്കുകയാണ്. 2011 കെ രാധാകൃഷ്ണൻ നേടിയത് 73,683 വോട്ടുകളായിരുന്നു. 55.42% വോട്ടുകൾ നേടി 73,683 വോട്ടുകൾ. എന്നാൽ 2016 കെ രാധാകൃഷ്ണന്റെ കുത്തക മണ്ഡലമായ ചേലക്കരയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി UR പ്രദീപിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ 67,771 വോട്ടുകൾ മാത്രമാണ് UR പ്രദീപിന് അവിടെ നിന്ന് നേടുവാൻ സാധിച്ചത്. അതായത് 44.81% വോട്ടുകൾ. അവിടെ ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു ഇടമാണ് ചേലക്കര. 1996 വരെയുള്ള ഒരു സ്ഥിതിവിശേഷമല്ല നിലവിൽ അവിടെ ചേലക്കരയിലുള്ളത്. ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ കെ രാധാകൃഷ്ണന് പകരം ഇടതുപക്ഷത്തിന്റെ ഏത് പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ചാലും വിജയിക്കുവാൻ സാധ്യത ഏറെയാണ്. നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു ചെറിയ തിരിച്ചടിയായി നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. അതിനെ മറികടക്കുവാൻ കഴിയുന്ന ജനസ്വീകാര്യനായ ഒരു നേതാവ് മത്സരിച്ചാൽ സ്വാഭാവികമായും ചേലക്കരയിൽ ഇടതുപക്ഷം തന്നെ വിജയിക്കുവാനാണ് സാധ്യത ഏറെയുള്ളത്. കൂടാതെ 1,98,086 വോട്ടുകളുള്ള ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ CPM ഭരിക്കുന്ന ഗ്രാമങ്ങളുള്ളത് 19 എണ്ണമാണ്, നഗരങ്ങൾ 4. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന ഗ്രാമങ്ങൾ 6, നഗരം 1. 54.73% ഹിന്ദു ഭൂരിപക്ഷമുള്ള ചേലക്കരയിൽ 26.56% മുസ്ലിം ഭൂരിപക്ഷമുള്ളത്.
18.38% ക്രൈസ്തവ ഭൂരിപക്ഷവും ചേലക്കരയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈന്ദവ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ വിജയിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ തന്നെ പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുള്ള ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് വിജയ സാധ്യത ഉള്ളത്. അപ്പോൾ വയനാട്ടിൽ UDF, ചേലക്കരയിൽ LDF. എന്താണ് പാലക്കാടിന്റെ രാഷ്ട്രീയ മുഖം, എന്താണ് പാലക്കാടിന്റെ ചരിത്രം? ഇക്കുറി ചരിത്രം മാറുമോ എന്ന ഉദ്വേഗജനകമായ പല രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട് ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നു. KK ശൈലജ ടീച്ചറെ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ പാലക്കാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വരുമെന്ന ഒരു വാർത്തയുണ്ട്. ഒപ്പം BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കുന്നു. അതല്ല എങ്കിൽ പാലക്കാട് പിന്നീട് വരാൻ സാധ്യത കൃഷ്ണകുമാറാണ്. പാലക്കാട് പിന്നീട് വരാൻ സാധ്യത കൃഷ്ണകുമാറാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പറ്റിയ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടുമില്ല. പക്ഷേ കഴിഞ്ഞ 2 തവണ, അതായത് 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിൽ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. നഗരസഭയും നഗര കേന്ദ്രങ്ങളും ഒക്കെ ഭരിക്കുന്നത് BJPയാണ്. കൃത്യമായ അപ്രമാദിത്യമുള്ള ഒരു പ്രസ്ഥാനമായി BJP പാലക്കാട് വളർന്നിട്ടുണ്ട്. കണക്കുകളും തെളിയിക്കുന്നത് അങ്ങനെയാണ്. 2011-ലും 2021-ലും ഷാഫി പറമ്പിൽ അധികാരത്തിലെത്തുന്നു. 2011-ൽ 1,12,347 വോട്ടുകളായിരുന്നു ഷാഫി പറമ്പിൽ നേടിയത്. അതായത് 72.78% വോട്ടുകളും നേടി. 2011-ൽ ഷാഫി പറമ്പിലെ ഭൂരിപക്ഷം 7,403 വോട്ടുകളായിരുന്നു. എന്നാൽ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ 22,317 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് 22,317 ഷാഫി പറമ്പിൽ നേടിയത്. അതായത് 2011-ൽ 7,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ഷാഫി പറമ്പിൽ നിലവിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവിടെ നേടിയത് 22,317 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 19.86% വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടായി. പക്ഷെ അവിടെ കണക്ക് കൂട്ടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വളർച്ചയാണ്. 2011-ൽ കേവല ഭൂരിപക്ഷം മാത്രമുണ്ടായിരുന്ന BJPക്ക് 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 29.08% വോട്ടിന്റെ വർധനമുണ്ടാകുന്നു. പിന്നീട് ശ്രീധരൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവിടെ ഷാഫി പറമ്പിലെ ഭൂരിപക്ഷം കാര്യമായ രീതിയിൽ കുറയുന്നു. ആകെ 3,859 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ശ്രീധരൻ BJPക്ക് വേണ്ടി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പിലിനെതിരായി മത്സരിക്കുമ്പോഴുള്ള ഭൂരിപക്ഷം. 2.7% വോട്ടിന്റെ വർധനവ് മാത്രമാണ് പാലക്കാട് ഷാഫി പറമ്പിലുള്ളത്. നഗരങ്ങളെല്ലാം BJP പിടിച്ചെടുത്തപ്പോൾ ഗ്രാമങ്ങൾ അഗ്രഹാരങ്ങളൊക്കെ ആയിരുന്നു പാലക്കാട് ഷാഫി പറമ്പിൽ അനുകൂലമായ വിധി എഴുതിയത്. പാലക്കാട് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. BJPക്ക് സ്വാധീനം ഏറെയുള്ള മണ്ഡലമാണ്. 2021-ലെയും 2024-ലെയും ഒക്കെ തിരഞ്ഞെടുപ്പിന്റെ കണക്കുകൂട്ടലുകളിൽ BJPക്ക് കാര്യമായ വോട്ട് വർധനം ഉണ്ടായിട്ടുണ്ട്. അവർ ഇടതുപക്ഷത്തിന്റെ കുത്തക മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നു, കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടാക്കുന്നു. സ്വാഭാവികമായും പാലക്കാട് കൃത്യമായ വേരുള്ള നിയമസഭാ മണ്ഡലത്തിലും BJP ഒരു തേരോട്ടം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ കന്നി മത്സരത്തിന് കളത്തിലിറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടം, ഒപ്പം പാലക്കാട്ട് DCC നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തോടുള്ള അതൃപ്തി, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ BJPയുടെ വളർച്ചയും രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ജില്ലാ നേതൃത്വത്തിന്റെ എതിർപ്പും, ഒപ്പം ഷാഫി പറമ്പിലോളം ഒരു ജനസ്വീകാര്യത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നതൊക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ BJP രാജഗോപാലിന് ശേഷം കേരള നിയമസഭയിലേക്ക് ഒരു MLA സമ്മാനിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടേണ്ടത്. എന്തായാലും രാഷ്ട്രീയ പോരാട്ടത്തിൽ മുൻ ചരിത്രങ്ങളും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ 2024 ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയിക്കും. ചേലക്കരയിൽ ഇടതുപക്ഷം സ്വന്തമാക്കും. പാലക്കാട് BJP വീണ്ടും നിയമസഭയിലേക്ക് ഒരു നേതാവിനെ കടത്തിവിടും എന്നാണ് നിലവിലത്തെ സാഹചര്യങ്ങളും കണക്കുകൂട്ടലുകളും വ്യക്തമാക്കുന്നത്.